നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഹാംസ്റ്റർ കോമ്പാക്റ്റിൽ വന്നിട്ടുള്ള പുതിയ അപ്ഡേഷനെ കുറിച്ചിട്ടാണ്. അത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഒരു സ്കിൻ എന്ന് പറയുന്ന ഒരു പുതിയ ഓപ്ഷനാണ്. അതേപോലെ തന്നെ ഒരു ചാവിയുടെ നോക്ക് എന്ന് പറയുന്ന ഒരു കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതേപോലെ ഒരു മിനി ഗെയിമും വന്നിട്ടുണ്ട്. ഇത് മൂന്നും എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ സൂരജ് ചോലക്കൽ, ഡാഡൂസ് കോർണർ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാംസ്റ്റർ കോമ്പാക്റ്റിന്റെ പുതിയ അപ്ഡേഷനിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചിട്ടുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ. ഇതിൽ ആദ്യം തന്നെ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് രണ്ട് പുതിയ ചിത്രങ്ങൾ വന്നിട്ടുണ്ട്. ഒന്ന് ബൈ സ്കിൻ എന്ന് പറയുന്ന ഇതും, രണ്ടാമത്തേത് ഒരു ചാവിയുടെ ഒരു ചിത്രത്തിലുള്ള ഈ ഒരു മെനുവുമാണ്. അതേപോലെ തന്നെ താഴെ നമുക്ക് 3 മെനുകളായിരുന്നു ആദ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നത്: ഡെയിലി റിവാർഡ്, ഡെയിലി സൈഫർ, ഡെയിലി കോംബോ. ഇപ്പോൾ മിനി ഗെയിം എന്ന് പറഞ്ഞ് പുതിയ ഒരു മെനു കൂടെ വന്നിട്ടുണ്ട്. ഈ 3 കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ബൈ സ്കിൻ എന്ന് പറയുന്ന അവിടെ പുതിയൊരു ഹാംസ്റ്ററിന്റെ ചിഹ്നം വന്നിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു സ്കിന്ന് ഡിഫോൾട്ടായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് പർച്ചേസ്ഡ് എന്ന് കാണിക്കുന്നുണ്ട്. അതായത് ഇത് നമ്മൾ പർച്ചേസ് ചെയ്തതാണ്. അതായത് ഈ ഒരു ഗ്രാൻഡ് മാസ്റ്റർ ലെവലിന്റെ ഒരു ഐക്കണാണ് ഇവിടെ കാണിക്കുന്നത്, അതായത് സ്കിൻ. ഇനി താഴെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഡിഫോൾട്ട് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ഹാംസ്റ്ററിന്റെ ചിത്രങ്ങൾ കാണിക്കുന്നുണ്ട്. ഇതിൽ ഒക്കെ ലോക്കായിട്ടാണ് കിടക്കുന്നത്. ഇവിടെ ഒന്ന് ആദ്യമായി കാണുന്ന മാർട്ട എന്ന് പറയുന്ന അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇവിടെ പറയുന്നുണ്ട്, മാർട്ട അൺലോക്ക് ആയി കിട്ടണമെങ്കിൽ നമ്മൾ ഇത്രയും കോയിൻസ് ഇവിടെ കൊടുക്കണം, എന്നിട്ട് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ താഴെ കാണുന്ന ഇതിലുള്ള ഏത് സ്കിന്ന് വേണമെങ്കിലും നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിന് ഓരോന്നിനും ഓരോ എമൗണ്ടുകളാണ്, അതായത് കോയിൻസ് ആണ് കൊടുക്കേണ്ടത്. അത് കൊടുത്ത് അൺലോക്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ മാർട്ട എന്നുള്ളത് തന്നെ ക്ലിക്ക് ചെയ്തു. ഇവിടെ പറയുന്ന ഈ ഒരു കോയിൻസ് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ അൺലോക്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഷുവർ ആണോ, നിങ്ങളിത് വാങ്ങുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതിന്റെ താഴെ പ്രൈസ് കാണിക്കുന്നുണ്ട്. അതിന്റെ താഴെയുള്ള ബൈ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ അതും പർച്ചേസ് ആയിട്ടുണ്ട്, അതിന്റെ ലോക്ക് പോയിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് മുകളിലേക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ രണ്ടാമത് ഒന്നും കൂടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി ആദ്യം ഡിഫോൾട്ട് ആയിട്ടുള്ളത്, രണ്ടാമത് നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്തിട്ടുള്ള മാർട്ട. വീണ്ടും നമുക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ ഒരുപാട് എണ്ണം ഉണ്ട്. അപ്പോൾ ഓരോന്നും നമുക്ക് ഇതേപോലെ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓരോന്നിനും ഓരോ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ടാകും. ഓരോന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. മാർട്ടയുടേത് പറയുന്നത് ഇസ് ദ കൈൻഡ് ഹേർട്ടഡ് ഹാംസ്റ്റർ ഹു ലവ്സ് ഹെൽപ്പിംഗ് അതേഴ്സ് ആൻഡ് ഓൾവേസ് ഹാസ് എ വാം സ്മൈൽ ഫോർ എവരി വൺ. ഓക്കെ, അത്തരത്തിൽ ഓരോന്നിനും ഓരോ മെസ്സേജുകൾ ഉണ്ടായിരിക്കും. അത് നിങ്ങൾ ഓരോന്ന് നോക്കി അൺലോക്ക് ചെയ്യാൻ നിങ്ങളുടെ അടുത്ത് കോയിൻസ് ഉണ്ടെങ്കിൽ നിഷ്പ്രയാസം തന്നെ നിങ്ങൾക്ക് അൺലോക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പൊ ഡിഫോൾട്ട് ആയിട്ടുള്ള ഈ ഒരു ഹാംസ്റ്ററിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജസ്റ്റ് നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് മാർട്ട എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് ചൂസ് എന്നുള്ളത് ടിക്ക് കൊടുക്കുന്ന സമയത്ത് സക്സസ് ആയിട്ട് ഇവിടെ നമ്മുടെ ഫോട്ടോ മാറുന്നതാണ്. മാർട്ട ആയി മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ സൈഫർ കോഡ് അടിക്കുന്ന സമയത്തും മാറ്റിക്കഴിഞ്ഞാലും ഈ ഒരു ഹാംസ്റ്ററിനെ തന്നെയാണ്, മാർട്ട എന്ന് പറയുന്ന ഈ ഹാംസ്റ്ററിനെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്തരത്തിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും, അതായത് ഇവിടെ കാണിച്ചിട്ടുള്ള എല്ലാ സ്കിന്നുകളും പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. നേരെ പിറകോട്ട് തന്നെ പോകുന്നു. ഇതാണ് ഒരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. അതേപോലെ ഈ ചാവിയുടെ ചിത്രത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നോക്ക് എന്ന് പറയുന്ന ഒരു മെസ്സേജ് ആണ് വരുന്നത്. അത് എന്താണ് എന്ന് പറഞ്ഞു തരാം. അതിന്റെ താഴെ നമുക്ക് മിനി ഗെയിം എന്ന് പറയുന്ന ഒരു ഗെയിം വന്നിട്ടുണ്ട്, പുതിയൊരു മെനു ആയിട്ട്. അപ്പം അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ മൂവ് മാർക്കറ്റ് കാൻഡിൽസ് ആൻഡ് ഗെറ്റ് കീസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മാർക്കറ്റിന്റെ ഉള്ളിൽ ഒരു കീ കുടുങ്ങി കിടക്കുന്നുണ്ട്, അത് നമുക്ക് മൂവ് ചെയ്യണം, അതായത് എടുക്കണം. അതാണ് ഈ മിനി ഗെയിം എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ പ്ലേ അമർത്തുന്നു. പ്ലേ അമർത്തുന്ന സമയത്ത് ഇത്തരത്തിൽ ലോക്കായി കിടക്കുന്ന ഒരു കീ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.
മുകളിൽ ടൈമർ വർക്ക് ചെയ്യുന്നുണ്ട്. ആ ടൈമറിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്യണം. ഈ ഏരോ കീ കാണുന്ന ഭാഗത്തേക്കാണ് കീ നീക്കേണ്ടത്. അത് എങ്ങനെയാണ് നീക്കുക എന്ന് നോക്കാം. 1 2 3 4 5 ടൈം ഈസ് അപ്പ് എന്ന് പറഞ്ഞ് നമുക്ക് ആ സമയത്ത് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് നമുക്ക് താഴെ റീട്രൈ ചെയ്യാനുള്ള സമയം ഇവിടെ കൗണ്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. വാച്ച് വീഡിയോ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഒരു 3 മിനിറ്റുള്ള ഒരു വീഡിയോ ആണ്. അത് ജസ്റ്റ് ഒന്ന് നമ്മൾ പ്ലേ ചെയ്തതിന് ശേഷം ഏറ്റവും അവസാനം പ്ലേ നൗ എന്നുള്ള ഒരു മെനു ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് പറഞ്ഞു തരുന്നതാണ് ഇത് എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതിന്റെ ഹിന്റ്. ഇപ്പോൾ 1.5 മണിക്കൂർ കഴിയാൻ നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പോൾ മിനി ഗെയിം രണ്ടാമതും ഇവിടെ വന്നിട്ടുണ്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്യണം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരത്തെ വന്ന പോലെ തന്നെ പ്ലേ എന്നുള്ളത് വരും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇത്തരത്തിൽ വന്നു. നമ്മൾ നീക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മുകളിൽ 26 25 എന്ന് പറഞ്ഞ് ടൈമർ കുറഞ്ഞു വരുന്നുണ്ട്. 30 സെക്കൻഡ് ആണ് ഉള്ളത്. അതിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഇത് ചെയ്ത് തീർക്കണം. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്താലും മതി. പക്ഷെ 30 സെക്കൻഡിന്റെ ഉള്ളിൽ ചെയ്ത് തീർക്കണമെന്ന് മാത്രം. ഓക്കെ, അപ്പം മിനി ഗെയിം സക്സസ് ആയിട്ടുണ്ട്. ഇവിടെ ചാവിയുടെ ചിത്രത്തിൽ 1 എന്ന് വന്നിട്ടുണ്ട്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം നമുക്ക്. അപ്പം നോക്ക് എന്നുള്ളിടത്തിൽ 1 നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. മിനി ഗെയിം 1 ഫിനിഷ് ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിന് ഒരു സമയമുണ്ട് 5:49 എന്ന് ഇവിടെ ഇതിന്റെ അടിയിൽ മിനി ഗെയിമിന്റെ താഴെയായിട്ട് നിങ്ങൾക്ക് കാണാം. അത് കുറഞ്ഞിങ്ങനെ വരും. ആ ടൈമിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ ചെയ്ത് തീർക്കേണ്ടതുണ്ട്. അപ്പം ഇത്തരത്തിലാണ് നമ്മൾ മിനി ഗെയിം ചെയ്യുന്നത്. പുതിയ അപ്ഡേറ്റിനെ കുറിച്ചിട്ട് എല്ലാം മനസ്സിലായി എന്ന് കരുതുന്നു. ഈ ഒരു വീഡിയോയെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ചാനലിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് അപ്ഡേറ്റും ആ ചാനലിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്തു വരുന്നത്. ഇനിയും ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇത്തരത്തിലുള്ള നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.